guys and welcome to our channel Sumaki family. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഇന്ന് നമ്മൾ എന്താ പറയുക, അൺബോക്സിങ് വീഡിയോ എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ഷൂ റാക്കാണ്. കുറേ നാളായി വിചാരിക്കുന്ന ഒരു ഷൂ റാക്ക് വാങ്ങിക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഫൈനലി ഷൂ റാക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. ഇതാണ് എൻ്റെ മോഡൽ കേട്ടോ. അപ്പോൾ കുറേ നാളെ വിചാരിക്കുന്ന ഷൂ റാക്ക് വാങ്ങിക്കണം. പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വേണ്ടാന്ന് വെച്ച് നമ്മൾ പിന്നെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വിട്ടതാണ്. ഇപ്പോൾ വീട് ഒരുവിധം ഇങ്ങനെ നമ്മൾ ഓരോ റൂമും ഒതുക്കി വന്നപ്പോൾ ഫ്രണ്ടിൽ ഭയങ്കര ഈ ചെരുപ്പൊക്കെ ആകെ ഇങ്ങനെ കച്ചറയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു ഷൂ റാക്ക് വാങ്ങിച്ചാലോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചതാ. ആമസോണിൻ്റെ കവർ ഇതേവിടെ കിടക്കുന്നുണ്ട്. സോ ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഷൂ റാക്കിൻ്റെ റേറ്റ് എന്നൊക്കെ പറയണത് ഈ പറഞ്ഞ പോലെ കവേർഡ്, അതായത് നമ്മൾ അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷൂ റാക്കാണ് വാങ്ങിച്ചത്. അങ്ങനെ ഞാൻ അവസാനം വാങ്ങിച്ചു. നമ്മൾ നോക്കുമ്പോൾ കുറേ ഭയങ്കര റേറ്റ് ഉണ്ട്. ഇപ്പോൾ 2000 തൊട്ട് അങ്ങോട്ട് 1000 തൊട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ കുറച്ചുകൂടി ഷെൽഫുള്ള ടൈപ്പാണ് ഞാൻ നോക്കിയത്, അപ്പോൾ കവേർഡ് ആയിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ 2000 3000 4000 അങ്ങനെ മേലേക്ക് നന്നായിട്ട് ഉണ്ട്. പിന്നെ അവസാനം പിന്നെ എന്തായാലും വാങ്ങിക്കാൻ 2000. ഇതിനിപ്പോൾ വന്നത് 2489, അതായത് 2500 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അവസാനം ഷൂ റാക്ക് വാങ്ങിച്ചു ഗൈസ്. അപ്പം ഇതെങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് എന്താണെന്നുള്ളതൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ നോക്കി പിടിച്ചിട്ടൊക്കെ വേണം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരണമെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യണേ എന്നുള്ളതൊക്കെ നോക്കട്ടെ. യൂട്യൂബിലൊക്കെ നോക്കി കണ്ടുപിടിച്ചിട്ട് ഈസി ആയിരിക്കും, അത്ര വലിയ പാടൊന്നുമില്ല. ഇത് ഈസി ആയിരിക്കാൻ വഴിയുണ്ട്. പിന്നെ ഇതിലെന്തെങ്കിലും പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ? ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാനൊക്കെ തട്ടി കൊടുക്കാനൊക്കെ ആയിട്ടുള്ള സംഭവം. രസമുണ്ട്, ക്യൂട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇത് കുറേ സംഭവം, ഇതിങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ നമ്മുടെ സൈഡിൽ വരുന്ന ആ ഒരു സംഭവങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് സൈഡിൻ്റെ ഭാഗം. ഇതാണ് ഇതിൻ്റെ സംഭവം, കണ്ടോ? അപ്പോൾ ഈ സൈഡിൽ കൂടെ നമ്മൾ കൊടുത്ത് അങ്ങനെ ഫിറ്റിങ്സ് ചെയ്യണ ഇതാണ്. അപ്പോൾ ഇത് തന്നെ കുറേ വരുന്നുണ്ട്. ഇതൊരു പാക്കറ്റിൽ 4 എണ്ണം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പാക്കറ്റ്, അതുപോലത്തെ വേറൊരു പാക്കറ്റ് അല്ല, എല്ലാം പാക്കറ്റ് വരുന്നുണ്ട്. 1 2 3 4 5 6 7 പാക്കറ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് എൻ്റെ സൈഡിലുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ്, ക്ലിപ്പ് പോലത്തെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം അതും കുറച്ച് വരുന്നുണ്ട്. ഇനി അത്രയേ ഉള്ളൂ. ഇനിയാണ് എൻ്റെ മെയിൻ സാധനങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് കാണാം. ഞാനൊന്ന് അറേഞ്ച് ചെയ്യട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള സംഭവം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു വലിയ വെയിറ്റ് കാര്യങ്ങളും ഉണ്ടാവില്ല എന്ന് കരുതിയ, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് സംഗതി. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാമറ ശരിക്കാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. സോ ആദ്യം നമുക്ക് ഇതിൽ നിന്ന് എടുത്തത് ഇങ്ങനൊരു, ഇത് സൈഡ് വൈസ് വരുന്ന കേട്ടോ. അങ്ങനൊരു ഡിസൈനായിട്ടാണ്, കണ്ടോ? പിന്നെ സൈഡ് ഇതായിട്ടാണ് വരുന്നത് ശരിക്കും.
അപ്പം അത് കുറച്ച് ഉണ്ട്. ഇത് ഇത് കുറച്ചുകൂടി വലിപ്പമുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് എവിടെയാണോ ബാക്ക് സൈഡാന്ന് തോന്നുന്നത്. ഇത് ബാക്കായിട്ട് വരും, ഇത് സൈഡായിട്ട് വരും, അങ്ങനെയാണ് തോന്നുന്നത്. ഇത് വലിപ്പം ഇതിൻ്റെ ആ സൈസിനൊക്കെ വ്യത്യാസം. ഇത് സ്ക്വയർ ഉണ്ടോ, ഇത് കണ്ടോ, ഇത് സ്ക്വയർ റെക്ടാങ്കിൾ. അപ്പോൾ ഇത് ബാക്ക് സൈഡ് ഇങ്ങനെ ബാക്ക് സൈഡ് ഇങ്ങനെ ആയിരിക്കും മേ ബി, ഇങ്ങനെയാവും വരാൻ വഴി. അപ്പോൾ ഇതങ്ങനെ. പിന്നെ ഉള്ളത് അതിൻ്റെ പാർട്ടീഷൻ കൊടുക്കുന്ന ഉള്ളിൽ കൊടുക്കുന്ന, അല്ല ഇത് ഡോറാണ്, സോറി ഡോറ് കേട്ടോ. ഇതാണ് ഡോറ് വരുന്നത്. ഇതൊരു 5 തോന്നുന്നുണ്ട്. കൈയൊന്ന് വിടുമോ? ഇതാണ് ഡോറ്, മനസ്സിലായോ? ഡോർ ഇങ്ങനെയാണ്, 5 വരുന്നുണ്ട്. പിന്നെ ബാക്കി വരുന്നത് ഇതന്നെ, മറ്റേ റെക്ടാങ്കിൾ ഷേപ്പിലുള്ളതാണ്. ഇനിയൊന്നുമില്ല, ഇത് ഇത്ര തന്നെ ഉണ്ട്. ഇനി നമ്മളിത് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഇത്രയേ ഉള്ളൂ എൻ്റെ സംഭവം. ഇനി ഇത് ഫിറ്റ് ചെയ്യാം. കോലും കാര്യങ്ങളൊന്നും ഇല്ല, ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പം അതിൻ്റെ മാനുവൽ ഇതാ ഇവിടെ ഇങ്ങനെ നോട്ടെ കാണിക്കാൻ പറ്റുമോ? നീക്ക് എടുക്കൊണ്ടോ. ഇപ്പം എൻ്റെ ഇവിടെ ക്യാമറമാൻ അർണവാണ്. അപ്പം അർണവാണ് കൈകാര്യം ചെയ്യുന്ന ക്യാമറ. അപ്പം ഇങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ വരുന്നത്, മനസ്സിലായോ? ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആണോ? ഇനി നമ്മളിത് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. സോ ഗൈസ് കണ്ടോ, ഇത് മറ്റേ റെക്ടാങ്കിൾ ഷേപ്പിലാണ്. 40 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 40, ഇത് 30. എന്നിട്ട് ഈ സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ക്ലിപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ. കണ്ടോ, ഈ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യും. അത് ഞാൻ 4 ഭാഗം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 4 ഭാഗമല്ല, ഒരു ഭാഗം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം കൂടി ഉണ്ടായിരുന്ന ഒന്നും കൂടി ഉണ്ട്, ഒന്നും കൂടി ഉണ്ട്. അപ്പം അത് ഇങ്ങനെ ഈ ഭാഗം സൈഡിലേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നാ തോന്നുന്നു എനിക്ക്. ഇങ്ങനെ മനസ്സിലായ അപ്പം ഇങ്ങനെ കിട്ടും. ഇത് ബേസ്. ഓക്കെ, ഇനി ബാക്കി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സോറി ഗായ്സ്, എനിക്ക് നമ്മുടെ ഷൂ റാക്ക് അത് തയ്യാറാക്കണതിൻ്റെ ഇത് ഫിക്സ് ചെയ്യണത് എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായത്. ഞാൻ ആദ്യം ഒരു റെക്റ്റാങ്കിളിൽ ഇങ്ങനെ ക്ലിപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്നും അങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ കുറേ നേരം ഇരുന്നതേ ഇപ്പോഴാണ് അവസാനിച്ചത്. നോക്കി ഇരുട്ടായി. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഷൂ റാക്ക് ഞാൻ തയ്യാറാക്കിയത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ഷൂ റാക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഞാൻ ഒരു മിനിറ്റ് കണ്ടോ, ഈ ഒരു ഇതില്ലേ, ഇതിങ്ങനെ ഈ ഫ്രണ്ടിലേക്ക് വരണം. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗം, അങ്ങനെ ആണ് എൻ്റെ ഇത് വരെ. അപ്പോൾ ഈ 4 ഒരു ഇതുണ്ടാവും, കാണാൻ പറ്റുന്നു. ഇങ്ങനെയാണ് എൻ്റെ ഇത് വരുന്നത്. പിന്നെ എൻ്റെ പാർട്ടീഷൻ ഇതുപോലെ തുറന്നിട്ട് എൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ക്ലിപ്പ് കൊടുക്കണം. അത് ഈ സെൻറ്ററിലായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ സെൻറ്ററിൽ സെൻറ്ററിലല്ല, സോറി, ഇവിടെ കണ്ട ഒരു ചെറിയ ക്ലിപ്പ് ഇവിടെ ചെയ്യാണ്ട്. എന്നിട്ട് വേണം നമ്മൾ ഇതിനടിയിൽ ഒരു എന്താ പറയുക, ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊരു ബോക്സ് അതിൻ്റെ നടുവിലൊരു പാർട്ടീഷൻ. അപ്പോൾ നമുക്ക് 4 എന്താ പറയുക ഷൂസ് കാര്യങ്ങളോ ചെരുപ്പോ എന്താ വെച്ചാൽ വെക്കാം. കണ്ടോ, അതിനുള്ള സ്പേസ് ഉണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യമൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ എൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഷൂ റാക്ക്. അവസാനം ഇങ്ങനെ നമ്മൾ റെഡിയാക്കി
പിന്നെ ഇതിൻ്റെ ഡോറ് ഇങ്ങനെയാണ്, അത് ഇവിടേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് കുറച്ച് നീക്കണം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഷൂ റാക്ക് വരുന്നത്. ഫൈനലി നമ്മുടെ ഷൂ റാക്ക് സെറ്റായിട്ട് ഗായ്സ്. അപ്പോൾ എനിക്കത് ഷൂ റാക്ക് ഫിക്സ് ചെയ്യണത് എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല. ഐ എം വെരി സോറി ഫോർ ദാറ്റ്. കാരണം എനിക്ക് കുറേ എന്താ പറയുക, എനിക്ക് അത് എങ്ങനെയാണ് എന്താണെന്ന് ഒരുപാട് കൺഫ്യൂഷൻസ് വന്ന അവസാനം എങ്ങനെയോ ഞാനത് റെഡിയാക്കിയേ പറ്റുള്ളൂ. പക്ഷെ അതിനിടയിൽ അപ്പം എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം വീഡിയോയും ഇതും കൂടി എനിക്ക് രണ്ടും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ കാര്യം. അത് കാരണം പിന്നെ ഞാൻ നിങ്ങളോട് പറയാം എന്താണ്. ചില സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും വീഡിയോ പിടിച്ച് തരാനൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരാൻ ആരെങ്കിലും ഉണ്ട്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഇവിടെ, പിന്നെ മോനല്ലേ ഉള്ളൂ, മോനെ കൊണ്ട് പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യാം. അപ്പോൾ അതാണ് ഉണ്ടായത്. അപ്പോൾ സിമ്പിളാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ അത് ഫിറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. നമുക്ക് അത് കുറച്ചും കൂടി ഒന്ന് ഇരുന്ന് ആലോചിച്ച് ഞാൻ പിന്നെ യൂട്യൂബിൽ ചെറിയ വീഡിയോസൊക്കെ കണ്ടു. ഇത് സെയിം ഇതല്ല, ചെറിയൊരു വ്യത്യാസം. എന്നാലും ഞാൻ അതിൻ്റെ മാനുവലൊക്കെ നോക്കി കുറേ അത് നോക്കി അവസാനം കണ്ടുപിടിച്ച് ഞാൻ ഷൂ റാക്ക് ഫിറ്റ് ചെയ്തു. അങ്ങനെയാണ്. സോ എന്തായാലും എല്ലാവരും വീഡിയോസൊക്കെ കാണാം കേട്ടോ. ബൈ.